ഹായ് ഹലോ നമസ്കാരം. ശത്രുക്കൾ അല്ലെങ്കിൽ വിരോധികൾ ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഓൾമോസ്റ്റ് എല്ലാവരുടെയും ജീവിതത്തിൽ അവർക്കൊരു ശത്രുവെങ്കിലും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു വിരോധിയെങ്കിലും ഉണ്ടായിരിക്കും. ഇതിൽ തന്നെ നമുക്കറിയാവുന്ന ശത്രുക്കളുമുണ്ട്, എന്നാൽ നമുക്കറിയാത്ത ശത്രുക്കളുമുണ്ട്. നമുക്കറിയാത്ത ശത്രുക്കളെന്ന് പറഞ്ഞാൽ നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതാത്ത ചില ആളുകളായിരിക്കും അത്തരത്തിലുള്ള ശത്രുക്കളെന്ന് പറയുന്നത്. നാളെ നിങ്ങൾ ഏതെങ്കിലും ഒരു മേഖലയിൽ ഇറങ്ങി അവിടെ പച്ച പിടിക്കുകയാണെങ്കിൽ, അവിടെ ഒരു സക്സസ് ഉണ്ടാവുകയാണെങ്കിൽ, അവിടെ നിങ്ങൾക്കൊരു ശത്രു ഉണ്ടാകാനും ചാൻസ് കൂടുതലാണ്. സക്സസ് ഉള്ളിടത്ത് ശത്രുക്കളും ഉണ്ടാകാറുണ്ട്. ചില ശത്രുക്കളെയൊന്നും നമുക്ക് തൊടാൻ പോലും പറ്റത്തില്ല, അവരത്രയ്ക്കും പ്രബലരായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ശത്രുവിനെ എങ്ങനെ ഡീല് ചെയ്യണം, എങ്ങനെ നേരിടണം, ഏത് രീതിയിൽ നേരിടണം, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കഴിയുമെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമ്മൾ നിൽക്കുന്ന ഏതെങ്കിലും മേഖലയിൽ നമ്മളോടുള്ള ടേംസ് തെറ്റിച്ചുകൊണ്ട് നമ്മളോട് അടിക്കടി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തികളെ നമുക്ക് ശത്രുക്കളായിട്ട് കണക്കാക്കാം. നമ്മളെ ഒരു കാര്യവും ചെയ്യാൻ സമ്മതിക്കാതെ, മറിച്ച് നമ്മളെ ഏത് രീതിയിൽ തരം താഴ്ത്താം, തകർക്കാം എന്നുള്ളത് തന്നെയായിരിക്കും ഇവരുടെ ഉദ്ദേശം എന്നുള്ളത്. അപ്പോൾ ഇതിനു വേണ്ടി അവരെടുക്കുന്ന പരിശ്രമങ്ങളെ നമ്മൾ ആദ്യമേ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. വാക്കുകൊണ്ടാണോ പ്രവൃത്തി കൊണ്ടാണോ ഏത് രീതിയിലാണ് ഇവർ നമ്മളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അവരുടെ ശക്തി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് എന്തെങ്കിലും തരത്തിൽ ഇപ്പോൾ ഫിസിക്കൽ സ്ട്രെങ്ത് ആണോ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും സ്വാധീനം, അതുമല്ലെങ്കിൽ സമ്പത്ത്, അത്തരത്തിൽ അവരുടെ ഒരു സ്ട്രെങ്ത്, അവരുടെ ഒരു പവർ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഒരുപക്ഷെ അവരാരെങ്കിലും മുന്നിൽ കണ്ടിട്ടായിരിക്കും നിങ്ങളെ എതിർക്കുന്നത്. എന്ത് സംഭവിച്ചാലും പിന്നിലുള്ള ആൾ നോക്കിക്കോളുമെന്ന ബലത്തിലായിരിക്കും ഒരുപക്ഷെ അവർ നിങ്ങളോട് പ്രശ്നമുണ്ടാക്കാൻ വരുന്നത്. അത്തരത്തിൽ അവർക്ക് എന്തെങ്കിലും ഒരു ശക്തി ഉണ്ടോ എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയെടുക്കുക. ഇനി നിങ്ങൾ കരുതിയ പോലെ തന്നെ അയാളൊരു ശക്തിയുള്ള ഒരാളാണ്, അല്ലെങ്കിൽ അയാൾക്ക് എന്തോ ഒരു സ്വാധീനമുണ്ട് എന്ന്, നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതാത്ത ഒരു പവർഫുള്ളായിട്ടുള്ള ഒരാളുടെ സ്വാധീനം അയാൾക്കുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ, അങ്ങനെ മനസ്സിലായാൽ കൂടി നിങ്ങൾ ഒരിക്കലും അയാളെ എതിർക്കാൻ നിൽക്കരുത്. കാരണം അയാൾ നിങ്ങളെക്കാളും പവർഫുള്ളാണ്. അപ്പോൾ നിങ്ങളൊരു ആക്ഷൻ എടുക്കുകയാണെങ്കിൽ തന്നെ ഒരുപക്ഷെ നിങ്ങൾക്ക് തന്നെ വിനയായിട്ട് വരും. ഇപ്പോൾ ഒരു കമ്പനിയിൽ ഒരാൾ മാനേജറുടെ ബലത്തിൽ കിടന്നുകൊണ്ട് ഒരു എംപ്ലോയി ഷോ ഓഫ് കാണിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കമ്പനിയിലെ സിഇഒയെ അല്ലെങ്കിൽ ബോസിനെ, അപ്പോൾ മാനേജറിനേക്കാൾ ഉയർന്ന പൊസിഷനുള്ള ആരുടെയെങ്കിലും കൂട്ടുപിടിച്ചാൽ ഈ പറഞ്ഞ മാനേജറെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ എംപ്ലോയിയെയും, ഈ ഷോ ഓഫ് ചെയ്യുന്ന എംപ്ലോയിയെയും നിങ്ങൾക്ക് ഒതുക്കാൻ സാധിക്കും. ഇത്തരത്തിൽ ആ ശത്രുവിനെയും അയാളുടെ സ്വാധീനത്തെക്കാളും കൂടുതൽ ശക്തിയുള്ള സ്വാധീനമുള്ള മറ്റാരെങ്കിലും നിങ്ങൾ ഇതിനായിട്ട് കൂട്ടുപിടിക്കുക, അവരുടെ സപ്പോർട്ടും കൂടി എടുക്കുക. അത്തരത്തിലുള്ള ആളുകൾ ആ മേഖലയിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ സപ്പോർട്ട് നിങ്ങൾക്ക് അത്യാവശ്യമാണ്. അതുപോലെ ഏതൊരു എതിരാളിക്കും ഏതൊരു ശത്രുവിനും ഒരു ദൗർബല്യം ഉണ്ടാകും. നിങ്ങൾക്കൊരു ശത്രുവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാളുടെ ദൗർബല്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് നിങ്ങളുടെ ശത്രുവിനെ കറക്റ്റായിട്ട് നിരീക്ഷിക്കുന്നതിലൂടെയും ശ്രദ്ധിക്കുന്നതിലൂടെയും നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അത്തരത്തിൽ അവരുടെ ഒരു വീക്ക്നെസ് നിങ്ങൾക്ക് പിടികിട്ടിയാൽ പിന്നെ നിങ്ങൾ അറ്റാക്ക് ചെയ്യേണ്ടത് മൊത്തം ആ വീക്ക്നെസ്സിലായിരിക്കണം. അത് വാക്കുകൊണ്ടാണെങ്കിലും പ്രവൃത്തി കൊണ്ടാണെങ്കിലും. ഉപദ്രവിക്കാൻ ഒരു തരത്തിലും പറ്റാതെ വരുമ്പോൾ ചില ശത്രുക്കൾ നിങ്ങളോട് കൂട്ടുകൂടാൻ ശ്രമിക്കും. അവരെ അറിയാതെ പോലും വിശ്വസിക്കരുത്. ഇനി അഥവാ നിങ്ങൾ അവരുമായിട്ട് കോംപ്രമൈസിലാണെങ്കിൽ കൂടി അവരിൽ ഒരു ശ്രദ്ധ വെക്കുക, കൃത്യമായി അവരെ നിരീക്ഷിക്കുക, അവരുടെ ഓരോ മൂവ്മെൻറ്റും നിങ്ങൾ നിരീക്ഷിക്കുക. നിങ്ങളുടെ ഒരു കാര്യവും, പ്രത്യേകിച്ച് നിങ്ങളുടെ ഒരു തരത്തിലുള്ള ദൗർബല്യവും അവരോട് തുറന്നു പറയരുത്. അതുപോലെ തന്നെ ശത്രുവാണെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ഒരു തരത്തിലുമുള്ള ഗിഫ്റ്റോ അല്ലെങ്കിൽ ഒരു തരത്തിലുമുള്ള സഹായമോ നിങ്ങൾ എടുക്കാൻ പാടില്ല. ഒരു സുഹൃത്താണെങ്കിലും ഒരു ശത്രുവാണെങ്കിലും ഇവരൊക്കെ നമുക്കുണ്ടാകുന്നത് ഏതെങ്കിലും ഒരു കാരണം കൊണ്ടാണ്. അപ്പോൾ വീഡിയോ ഇവിടെ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.